നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. സൂര്യ, നന്ദിനി പോയാച്ചാ? അവൾ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അമ്മയും ബാക്കിയുള്ളവരൊക്കെ പോയി. പെട്ടെന്നൊരു തോന്നലിന് അവളോട് പൊയ്ക്കൊള്ളാൻ പറയാൻ നിനക്ക് എളുപ്പമായിരുന്നില്ലേ? പക്ഷേ അവൾ ജനിച്ചതും വളർന്നതും ഒക്കെ മനുഷ്യത്വമുള്ളൊരു അന്തരീക്ഷത്തിലാ. അതാ ഇവിടെ വെച്ച് പോലും ആക്ഷേപം കേട്ടിട്ടും ഇപ്പോഴും അവൾ കാവലി നിൽക്കുന്നത്. സൂര്യ, നമുക്കെല്ലാവർക്കും അവരവരുടെ ജീവിതം സ്വന്തം ഇഷ്ടം പോലെ ജീവിച്ചു തീർക്കാം. പക്ഷേ എപ്പോഴാണോ നമുക്ക് ചുറ്റുമുള്ളവരെ നമ്മൾ കണ്ണു തുറന്ന് കാണാൻ തുടങ്ങുന്നത്, അപ്പോഴാ യഥാർത്ഥ ജീവിതം തുടങ്ങുന്നത്. നമുക്ക് വേണ്ടി കരയുന്നവര്, നമുക്ക് വേണ്ടി നിശബ്ദമായി പ്രാർത്ഥിക്കുന്നവര്, അവരുടെ വേദനകളെ സ്വന്തം വേദനകളായി കൊണ്ടു നടക്കാൻ നമുക്ക് പറ്റണം. അപ്പോഴേ നമ്മുടെ ഉള്ളിലൊരു നല്ല മനുഷ്യനുണ്ടാവും. അച്ഛാ, അവളൊരു പാവം പെണ്ണ. നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ ഉറക്കെ ഒന്ന് പുറത്തിറങ്ങുന്നു പറഞ്ഞാൽ അതിന് തയ്യാറാവുന്നൊരു പെണ്ണ്. പക്ഷേ ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ, ലോകത്തിൽ ഒരു പെണ്ണും ഇതുപോലൊരു ത്യാഗം ചെയ്യില്ല. ഒരു നേട്ടവും ഇല്ലാതെ ഇത്രയ്ക്ക് കഷ്ടപ്പെടില്ല. അവൾക്കും അച്ഛനും എന്നോടുള്ള കടപ്പാട് കൊണ്ടാണെന്നൊക്കെ പറയാൻ വളരെ എളുപ്പമാണ്. പക്ഷേ അതിനൊക്കെ അപ്പുറത്താ അവളുടെ കഴുത്തിൽ നീ കെട്ടിയ ആ താലി. രണ്ടിനും അവൾ കൽപ്പിക്കുന്ന പ്രാധാന്യം ചെറുതല്ല. നിന്നെ സിൻസിയറായിട്ട് സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാ ഇല്ലാന്നേ അവള് പറയൂ. പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ നിന്നോടുള്ള ഭക്തിയും സ്നേഹവും ബഹുമാനവും ഒക്കെ അവള് സൂക്ഷിക്കുന്നുണ്ട്. അതില്ലായിരുന്നെങ്കിൽ അവൾ എന്നെ ഇറങ്ങിപ്പോയേനെ. എടാ, അവള് പ്രതികരിക്കാൻ അറിയാത്തൊരു പെണ്ണൊന്നും അല്ല.